ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ രണ്ടാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. മുരാരി ബാബുവിനെയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ADGP H വെങ്കടേഷിന്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും സ്വർണ്ണപ്പാളിയിലും മാത്രം ഒതുക്കരുതെന്നായിരുന്നു SIT ഇടക്കാല റിപ്പോർട്ടിന് ശേഷമുള്ള ഹൈക്കോടതി നിർദ്ദേശം. തുടർന്നാണ് ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതും മുരാരി ബാബുവിന്റെ അറസ്റ്റും. ഇന്നലെ രാത്രി 10 മണിയോടെ പെരുന്നയിലെ വീട്ടിൽ നിന്നുമാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു. രാവിലെ 9 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്ന മുരാരി ബാബു 2 കേസുകളിലും രണ്ടാം പ്രതിയാണ്. 1998 ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന് ധാരണ ഉണ്ടായിട്ടും 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ചെമ്പുപാളിയെന്ന് മുരാരി ബാബു രേഖ ഉണ്ടാക്കിയതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മുരാരി ബാബുവിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ലെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നത്തോലിയെ പിടിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു കേസല്ലിത്. ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണം. അതെത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം ഹൈക്കോടതിയുടെ മേൽനോട്ടാണ്. SIT മേൽനോട്ട ചുമതലയുള്ള ക്രമസമാധാന വിഭാഗം ADGP H വെങ്കടേഷിന്റെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. മുരാരി ബാബുവിനെ ഇന്നു തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.